അടിപൊളി പടം. ഇതാണ് മമ്മൂക്ക 74 ആളാട്ട്. ഓ രോമാഞ്ചം, അത്രയ്ക്ക് സൂപ്പർ പടം. മമ്മൂക്ക പൊളിച്ചടുക്കി. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം. ഈ വേഷങ്ങൾ ആരാണ്? അമേസിംഗ്, അൺബിലീവബിൾ. മെഗാസ്റ്റാർ മമ്മൂക്കാക്ക്, മെഗാസ്റ്റാർ മമ്മൂക്കാക്ക്. പടം അടിപൊളി പടം. വിഷു മമ്മൂക്ക തൂക്കി, ഒരു രക്ഷയില്ല. കിടിലം പടം, കിടിലം ഡയറക്ഷൻ ഡീലോ, ഒരു രക്ഷയില്ല. സൂപ്പർ പടം, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. മമ്മൂക്ക ഇത്രയും വർഷത്തിൽ ഇത് ഈ ഒരു റോളിൽ മമ്മൂക്ക കണ്ടിട്ടില്ല. മാസീവ് പടം, മമ്മൂക്ക തൂക്കി, ഒരു രക്ഷയില്ല. ഇതാണ് മമ്മൂക്ക 74 ആളാട്ട് അഴിഞ്ഞായിരുന്നു. ഇതാണ് മമ്മൂക്ക. ചേട്ടാ, ഓരോ പടത്തിലും മമ്മൂക്ക ഞെട്ടിച്ചോണ്ടിരിക്കുക. ലാസ്റ്റത്തെ 1/2 മണിക്കൂർ ഒരു രക്ഷയില്ല. മലയാള സിനിമയിൽ ഒരുത്തരങ്ങൾ കാണിക്കില്ല. അതാണ് മമ്മൂക്ക. ഇത്രയും വയസ്സിൽ അഴിഞ്ഞാടുന്ന മമ്മൂക്ക. സീറ്റിൽ മിണ്ടാതിരുന്ന കാണികൾ കോരിത്തരിച്ചു പോയി. അദ്ദേഹം എന്താണ് ഈ കാണിക്കുന്നത്? ഒരു ലാഗുമില്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ത്രില്ലിംഗ് ആണ്. മമ്മൂക്ക ഓരോ പടം കഴിയുന്നവർ ഞെട്ടിക്കുക, ഓരോ പടം കഴിയുന്നവർ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതെങ്ങനെ പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ? അങ്ങനെ ക്ലൈമാക്സ് ഒക്കെ ഓ രോമാഞ്ചം, അത്രയ്ക്ക് സൂപ്പർ പടം. മമ്മൂക്ക പൊളിച്ചടുക്കി. അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലത്തെ ഒരു മുഖം കണ്ടിട്ടില്ല. അടുത്ത 100 കോടി ആയിരിക്കും. കേട്ടില്ല? അടുത്ത 100 കോടി ആയിരിക്കും. സംശയമില്ലാത്ത കാര്യമല്ലേ? നമുക്ക് 100 കോടിയൊന്നും വേണ്ട, പടം വിജയിച്ചാൽ മാത്രം മതി. അതുപോലെ നമ്മുടെ ലക്ഷ്യം, നമുക്ക് അതാണ് ആവശ്യം. പടം പറയാനൊന്നുമില്ല, ഭയങ്കര ഹൈപ്പ് പടം, വേറെ ലെവല്. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. പടം സൂപ്പർ, ഒരു രക്ഷയല്ല. വിഷു മമ്മൂട്ടി കൊണ്ടുപോയി. ഇതാണ് പടം. ഓരോ പടം കഴിയുന്നവരും മമ്മൂക്ക വേറെ വേറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതിലെന്താ ചെയ്തത്? ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കൊണ്ട് എന്നും ഞെട്ടിച്ചോണ്ട് മലയാള പ്രേക്ഷകർക്ക് രോമാഞ്ചം തരുന്ന മമ്മൂക്ക വീണ്ടും വിഷു കൈനീട്ടം തന്നിരിക്കുകയാണ് മലയാള പ്രേക്ഷകർക്ക്. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം. ഈ വേഷങ്ങൾ ആരാണ്? അമേസിംഗ്, അൺബിലീവബിൾ. പ്രസ് മീറ്റ് വേണ്ട, പ്രചരണം വേണ്ട, ഹൈപ്പ് വേണ്ട, ട്രെയിലറും ടീസറും വേണ്ടായിരുന്നു. കണ്ടു ഞെട്ടിക്കോ, വന്ന് കയറി കണ്ട് ഞെട്ടിക്കൊള്ളണം. അമ്മാതിരി പണിയാണ് ചെയ്തിട്ട് വീട്ടിലിരിക്കണം. അമ്മാതിരി പണിയായിട്ട് വീട്ടിലിരിക്കണം. റെസ്റ്റെടുത്തോ, ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. തിയേറ്റർ പ്രളയം. ഇത് എമ്പുരാനല്ല, ഇത് തമ്പുരാൻ. ഇനി എന്തിനു പറയേ, വേറെ ലെവല് പടം പോരാ ബ്രോ, പക്ഷെ മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. പടം എങ്ങനെ ഉണ്ടാ മമ്മൂക്ക തകർത്ത് ആടി കളഞ്ഞ്. അമ്മാതിരി പെർഫോമൻസ്. നമ്മളെ യൂത്ത് പയ്യന്മാരൊക്കെ വഴി മാറി കൊടുക്കണം. അയാൾ ഒരു അവതാരമാണ്, ഒരു ഒന്നൊന്നര അവതാരം തന്നെ. തിയേറ്റർ അയാള് പയ്യന്മാരെ വെച്ചല്ലേ ഡയറക്ട് ചെയ്യണത്. അപ്പൊ ആ ലെവലിലല്ലേ കൊണ്ടുവരുള്ളൂ. അങ്ങനെ മമ്മൂക്ക പടഞ്ഞു നമ്മളെ മലയാള സിനിമയെ ഇത്രത്തോളം വളർത്തിയെടുത്ത് നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. അതാണ് നമ്മുടെ മമ്മൂക്ക. അങ്ങനെ തിയേറ്ററിൽ കിടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ മഹാനാണജയം പടം കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഒരിക്കലും നമ്മളെ മലയാളികളെ കുറ്റം പറയാൻ പാടില്ല. അത് പക്ഷെ പടം അമ്മാതിരി സാരം ഹൈപ്പില്ലാതെ വന്ന് കയറി. ഒന്നും പറയാനുള്ളൂ. എന്റെ അമ്മ എമ്പുരാനെ തൂക്കും തോന്നുന്നുണ്ട്. റെക്കോർഡിൽ എമ്പുരാന്റെ റെക്കോർഡ് അല്ല, മലയാള സിനിമനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറയൂല. നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനാണ്, മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. അവർ തമ്മിൽ എങ്ങനെയാണ് നല്ല കണക്ഷനാണ്. അതുപോലെ നമ്മൾ മലയാള സിനിമയെ വളർത്തിയെടുക്കണം. അങ്ങനെയാണ് കൊണ്ട്. പക്ഷെ മമ്മൂട്ടി തൂക്കിയ 4 പടം ഉണ്ട്. അജിത്തിന്റെ അടക്കം 4 പടം. അജിത്തിനോടൊക്കെ പോയി ഇത് തന്നെ പടം വിജയിച്ച്. ഒരു പ്രസ് മീറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ പടത്തിനില്ലായിരുന്നു. മിണ്ടാതെ വന്ന അയാൾ വന്നതാ തിയേറ്ററിൽ കത്തിച്ചിട്ടതാ പോയി. ഒരു രക്ഷയില്ല ഏട്ടാ. സൂപ്പർ പടം, ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് സൂപ്പർ, അടിപൊളി പടം, സൂപ്പർ പടം. മമ്മൂട്ടി തൂക്കിയോ? മമ്മൂട്ടിക്ക് തന്നെ പടം എന്തായാലും 1150 കോടിയിൽ അടിച്ചിരിക്കും. സൂപ്പർ, കൊള്ളാം. എന്തായാലും ഈ പടം കാണാൻ പോകണം എല്ലാരും. മമ്മൂക്ക ഫാനാണ് ഞാൻ. ഭയങ്കര സൂപ്പർ പടമാണ്. പ്രായം തോന്നിക്കുന്നില്ലല്ലോ. നന്നായിട്ട് ഇഷ്ടമാണ്. നല്ല പടം. പടം പോളി. എനിക്ക് ട്രെയിലറിൽ നിന്ന് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. ഹാഫ് ടൈം വരെ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ വലിയ പ്രഡിക്റ്റ്. പക്ഷെ അവസാനം മമ്മൂട്ടി ഇടിലോ. അവസാനം മമ്മൂട്ടി സിനിമ തിരിച്ചെടുത്തിരിക്കുന്നു. ഇത് വളരെ വലിയ ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു. നമ്മൾ ഇതുവരെയായിട്ട് മമ്മൂക്കേനെ സ്പോയിലർ അത് പറയണില്ല. എന്നാലും സൂപ്പർ, നല്ല ട്വിസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. സ്റ്റൈൽ പടവും. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാ.
കാരണം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്ന മമ്മൂക്കയാ ഇതാ ഒരാളെ കൂടെ സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. വിഷു മമ്മൂക്ക തൂക്കി. നമുക്ക് അഴിഞ്ഞാട്ടമാണ് ബ്രോ, ഒന്നും പറയാനില്ല. ആദ്യത്തെ ഒരു 30 മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്നാ വിചാരിച്ചേ. പക്ഷെ ഒരു രക്ഷയില്ല. ജോഷുവ വെഞ്ചാനായിട്ട് മറ്റേ ഈ ഗൗതം വാസുദേവ മേനോൻ ഒരു രക്ഷയില്ല. അഴിഞ്ഞാട്ടം നമുക്ക് ഓരോ പടത്തിലും ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതിൽ ഞെട്ടിച്ചോ? തീർച്ചയായും ഓരോ പടം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൊമിനിക്കിന്റെ ക്ഷീണം സുഖം മാറ്റി എന്നുള്ളതാണ്. മെഗാസ്റ്റാർ മമ്മൂക്കാക്കേ, മെഗാസ്റ്റാർ മമ്മൂക്കാക്കേ.